Alright, now welcome to the part 2 of this video, and you will add different blocks to drawing. So let's get started. കഴിഞ്ഞ ക്ലാസ്സിൽ ഡോർസും വിൻഡോസും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ ലെയറും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതും കൂടി വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. ഇൻസേർട്ടിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഈ ജോർ നമുക്ക് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇത് ഓൾറെഡി പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ജോർസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത കളറാണ് ഇത്. ഇനി വൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ പോയിട്ട് ഡോർ എന്ന് സെലക്ട് ചെയ്തിട്ട് വേണം ഈ ഡോർ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ആ ഡോറിൻ്റെ ആ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന കളറിലൂടെ നമുക്ക് കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ ലെയേഴ്സും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ കുറച്ച് ഡോർസും വിൻഡോസൊക്കെ നമ്മളിവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ ഇന്ന് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇൻസേർട്ടിൽ പോയിട്ട് ഡോറ് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡോറിന് കളേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ലെയേഴ്സും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഡോറിന് കൊടുത്തിരിക്കുന്ന കളർ അത് വേണം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ കൊടുത്തിരിക്കുന്ന ബ്ലോക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ കളറിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്ലാനിലേക്ക് ഈ ഡോർസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് വീണ്ടും മെയിൻ ഡോറും കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ മൂവ് എം ടൂൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ടൂൾ കിട്ടും. എൻഡ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. ഓർത്തോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുത്തു, മെയിൻ ഡോർ കൊടുത്തു. ഇതിനെയും സെലക്ട് ചെയ്തു. കോപ്പി ചെയ്യാം. എൻഡ് പോയിന്റ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. കാരണം നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാനുണ്ട്. റൊട്ടേറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ മിറർ ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്തിട്ട് മിറർ കൊടുത്തതിന് ശേഷം അന്നേരം F8 ഓൺ ചെയ്യാം. സ്ട്രൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് F8 ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ യെസ് നോ എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ യെസ് വേണം കൊടുക്കാൻ. കണ്ടില്ല, യെസ് കൊടുത്തത് കൊണ്ടാണ് അതിന് തിരിഞ്ഞ് മിററായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ഡോർ കൊടുക്കുന്നതെങ്കിൽ മിറർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് തന്നെ അങ്ങനെ കോപ്പി ചെയ്തിട്ട് ഓർത്തോ ഓൺ ചെയ്തത് കൊണ്ടാണ് ഇത് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നത്. അത് നമുക്ക് F8 ഓഫ് ചെയ്ത് കൊടുക്കാം. F8 കീ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫാവും. വീണ്ടും ഓൺ ചെയ്യണമെങ്കിൽ വീണ്ടും F8, അതായത് ഓർത്തോയുടെ ഷോർട്ട് കീ ആണ് F8. ഓക്കെ, F8 പ്രസ് ചെയ്യുന്നു. ഇത് നമുക്ക് ഈ ഡോർ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം, ഇനി ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെയാണ് ശരിക്കും വരേണ്ടത് ഈ പ്ലാനിൽ. അതുകൊണ്ട് ഇവിടെ ഞാൻ കൊടുക്കുന്നു. അതുകൊണ്ട് ഇതിന് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. നമുക്ക് ഇവിടെ ഒരു ഡോർ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം, കാരണം ഇത് നമുക്ക് ഇങ്ങനെയല്ല വരേണ്ടത്, തിരിച്ചിട്ടാണല്ലോ വേണ്ടത് ഡോർ. അപ്പോൾ അന്നേരം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ നമുക്ക് മിറർ ചെയ്താൽ മതിയാകും. സെലക്ട് ചെയ്തതിന് ശേഷം മിറർ ക്ലിക്ക് ചെയ്യുന്നു. സ്ട്രൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് F8 വീണ്ടും ഓൺ ചെയ്ത് കൊടുക്കാം. അന്നേരം നോ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഇത് നമുക്ക് കിട്ടും. എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ആ ഡോറ് കിട്ടും, ഒറ്റ ഒരെണ്ണം. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ കറക്റ്റ് നമുക്ക് പൊസിഷൻ കറക്റ്റായിട്ട് ഈ ഡോർ വന്ന് നിന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ റൂമിലും വേണ്ടുന്ന ഡോർ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുത്ത് ശേഷം ട്രിം ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഈ ബെഡ്റൂമിലേക്ക് ഒരു ഡോർ വെച്ച് കൊടുക്കാം. ഇതങ്ങ് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം.
വീണ്ടും സെലക്ട് ചെയ്തിട്ട് മിറർ കൊടുക്കാം. റൈറ്റിലോട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് മിറർ. ഓക്കെ, ഇവിടെ ഒരു ഡോറ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുന്നു, കോപ്പി, സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് കൊടുക്കാം. ഇനി ബാത്റൂമിലേക്ക്, ഇനി ടോയ്ലറ്റിലേക്ക് നമുക്ക് വേണ്ടത് ഡോറ് 80 സെൻറ്റിമീറ്റർ വിടുത്തുള്ള ഒരു ഡോറാണല്ലോ വേണ്ടത്. ഇത് 90 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു 80 സെൻറ്റിമീറ്ററുള്ളത് ചെയ്യാം. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, എക്സ്പ്ലോഡ് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തു. അന്നേരം എൽ എൻറ്റർ, ലൈൻ ടൂളിൻ്റെ എൽ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് 80 ടൈപ്പ് ചെയ്ത് കൊടുത്ത് ദെൻ എൻറ്റർ. കണ്ടില്ലേ? ഇതിന് നമുക്ക് ഇവിടത്തേങ്ങ് വെച്ച് കൊടുക്കാം. ഇതങ്ങ് ഈ ലൈൻ സെലക്ട് ചെയ്ത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, എവിടം വരെ ഉണ്ട് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ലെഫ്റ്റോട്ട് ഒരു ലൈൻ കൊടുത്തത്. അപ്പോൾ ആ ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? അതായത് നേരത്തെ നമ്മൾ ഓരോ ബെഡ്റൂമിനും 90 സെൻറ്റിമീറ്ററാണ് ഡോർ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ടോയ്ലറ്റിനും ബാത്റൂമിനും 80 സെൻറ്റിമീറ്ററാണ് നമുക്ക് വേണ്ടത്. അന്നേരം ഞാൻ ജസ്റ്റ് ഒരു എൽ ലൈൻ ടൂൾ എടുത്തിട്ട് അതിൻ്റെ നേരെ ഒരു 50 സെൻറ്റിമീറ്റർ വരച്ചു കൊടുത്തു. അത് ഓൾറെഡി സെലക്ട് ചെയ്തത് പിങ്ക് കളർ ആയതുകൊണ്ട് നമുക്കെടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ആർക്കിൻ്റെ എൻഡ് പോയിന്റ് ജസ്റ്റ് ഒന്ന് അവിടത്തേക്ക് മൂവ് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ? ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാം. ക്രിയേറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിയേറ്റിൽ പോകുന്നു, നെയിം കൊടുക്കുന്നു, ഡോർ 80, ഒരു പിക്ക് പോയിന്റ് എടുക്കാം. ദെൻ വീണ്ടും സെലക്ട് ഒബ്ജക്റ്റ്, എൻറ്റർ. ഓക്കെ, ഇതിവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡോർ 80 സെൻറ്റിമീറ്ററിൻ്റെ ഡോർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇൻസേർട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പ്ലാൻ വരക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിത് ഇവിടെ ഇൻസേർട്ടിൽ പോയിട്ട് യൂസ് ആക്കാം. ഓക്കെ, ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിൽ അകത്ത് കൊടുക്കാം, കോമൺ ബാത്റൂം ആണെങ്കിൽ പുറത്ത് കൊടുക്കാം. ഇത് ഓൾറെഡി അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് നമുക്ക് പൊസിഷൻ വെച്ച് കൊടുക്കാം. സെലക്ട് ചെയ്തു, നേരത്തെ ചെയ്തതുപോലെ മിറർ ചെയ്യാം. യെസ് കൊടുക്കാം. ഓക്കെ, ഇതിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ മറ്റേ ടോയ്ലറ്റിനും കൊടുക്കാം. ഡോറൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ട്രിം ചെയ്ത് കൊടുക്കാം. TRI ഡബിൾ എൻറ്റർ.
അപ്പോൾ എല്ലാ റൂംസിനും നമ്മൾ ഡോർ ചെയ്ത് കൊടുത്തു, എന്നിട്ട് ട്രിം ചെയ്ത് കൊടുത്തു. നമുക്ക് ഇങ്ങനെയും ഡോർ ചെയ്ത് കൊടുക്കാം. ഇനി അതിന് പകരം നേരത്തെ ആ സ്റ്റാർട്ടിങ് മൊമെൻറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഇതിൻ്റെ ഓഫ്സെറ്റ് എടുത്തിട്ട് ഓഫ്സെറ്റ് 90, ഒരു ഡോറിൻ്റെ അകലം 90 സെൻറ്റിമീറ്റർ. ദെൻ ഇത് ഓഫ്സെറ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ നേരത്തെ ഡോറൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ഓരോ 1 by 1 ആയിട്ട് ഡോറൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. Ctrl Z അടിക്കുക. അവിടെ ഡോറിൻ്റെ ആവശ്യം വരുന്നില്ല, ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ കാണുന്ന ബാൽക്കണി, ഇവിടെ കാണുന്ന സിറ്റ് ഔട്ടിൽ നമ്മൾ ഡോർ കൊടുത്തിട്ടില്ല. ഇതിനെ നമുക്ക് ഓഫ്സെറ്റ് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഇതിൻ്റെ ഓഫ്സെറ്റ് എടുക്കാം, എൻ്റർ 90 സെൻറ്റിമീറ്റർ. ദെൻ എൻ്റർ. കണ്ടില്ലേ, ഇതിൻ്റെ ഓഫ്സെറ്റ് നമുക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് കൊടുത്തതിന് ശേഷം ട്രിം ചെയ്തിട്ട് നമുക്ക് കണ്ടില്ലേ, ഈ രീതിയിലായിരുന്നു നേരത്തെ നമ്മൾ ഡോർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ രീതിയിലാണ് ആദ്യമൊക്കെ പ്ലാനിൽ അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്ലിയർ ആക്കാം. ട്രിം ചെയ്യാൻ പറ്റുന്നത് ട്രിം ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ട്രിം ചെയ്യാൻ പറ്റാത്തത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഡോറൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു വിൻഡോസിലേക്ക് കടക്കാം. ട്രിം ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വിൻഡോസ് ഇവിടെ ഓസ്നാപ്പിൽ എൻഡ് പോയിൻ്റ് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നമുക്കിവിടെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ വിൻഡോസും നമുക്ക് ഇൻസേർട്ടിൽ പോയതിന് ശേഷം എടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇവിടെ മിഡ് പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓസ്നാപ്പിൽ വീണ്ടും മിഡ് പോയിൻ്റ് ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്, ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അന്നേരം നമുക്ക് മിഡ് പോയിൻ്റ് തന്നെ കിട്ടും. സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് നേരത്തെ ഡോറൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തു. F8 ഓഫ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇങ്ങനെ ഓരോ വിൻഡോസ് നമുക്ക് വെച്ച് കൊടുക്കാം. സ്നാപ്പിൽ എൻഡ് പോയിൻ്റ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിനെ മൂവ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ഡോറും വിൻഡോസും വെച്ച് കൊടുത്തു. നേരത്തെ നമ്മൾ വിൻഡോസിൽ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളറ് വേറെ ആയിരുന്നു, എനിക്ക് കൊടുക്കാൻ വിട്ടുപോയി. വിൻഡോസിൻ്റെ കളറ് നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലെയേഴ്സിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ,
ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. എളുപ്പത്തിൽ ഒരുമിച്ചിട്ട് നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റി. നേരത്തെ എനിക്ക് വിട്ടുപോയി, അത് ആദ്യം തന്നെ നമ്മളിവിടെ പോയിട്ട് കളർ ചേഞ്ച് ചെയ്തിട്ട് വേണം ഓരോന്നും വരച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഡയമെൻഷൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ആദ്യം തന്നെ സെലക്ട് ചെയ്യാം. ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഡ്രോയിങ്സിലേക്ക് കടക്കാവൂ. എനിക്ക് വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമതായിട്ട് വിൻഡോസിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തത്. ഇനി ലീനിയറിൽ പോകുന്നു, ഡയമെൻഷൻ കൊടുക്കാം. അതിന് മുമ്പ് ഒസ്നാപ്പിൽ എൻഡ് പോയിൻ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഡയമെൻഷൻ കൊടുക്കാം. കണ്ടില്ലേ, ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളറാണ് ഇവിടെ വന്നിട്ടുള്ളത്. പോയിൻറ്റ്സ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാട്സ്ആപ്പിൽ എൻഡ് പോയിൻറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞത്. എൻഡ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കറക്റ്റ് പോയിൻറ്റ്സിൽ ഡാമേജ് എടുക്കുമ്പോൾ പോയിൻറ്റ്സ് കറക്റ്റ് കിട്ടൂല. അതിൻ്റെ എൻഡ് പോയിൻറ്റ് കറക്റ്റ് ടിക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഇങ്ങനെ ഓരോ ബെഡ്റൂംസിൻ്റെയും ഡയമെൻഷൻ എടുത്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് ഡയമെൻഷൻ മുഴുവനും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ സൈസ് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം നെക്സ്റ്റ് പാർട്ടിൽ കാണാം.